കേരള വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തതടക്കം ചോദ്യം ചെയ്തുള്ള ഹർജികൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുകയാണ്. ബോർഡിന്റെ ചുമതല വഖഫ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോയിന്റ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിലായിരിക്കണമെന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശം സുപ്രീം കോടതി നീക്കിയ സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഹർജി പരിഗണനയ്ക്ക് എത്തുന്നത്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് അടക്കം നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിക്കുക. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, അതായത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി എന്താണ് ഹർജിക്കാരുടെ ഒരു ആവശ്യം പരിഗണിച്ചില്ല, പകരം ചില സുപ്രധാനമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. ഇന്ന് ഷോൺ ജോർജിൻ്റെതായ ഹർജി അടക്കം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുന്നുണ്ട്. എപ്പോഴേക്കും ഹർജികൾ പരിഗണനയ്ക്ക് വരും? കൂടുതൽ വിവരങ്ങൾ. രാഖി, ആതിര, രാവിലത്തെ ഷെഡ്യൂളിൽ തന്നെയാണ്, അല്ലെങ്കിൽ രാവിലത്തെ ലിസ്റ്റിൽ തന്നെയാണ് ഈ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ ഉള്ളത്. ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവരാണ് ഈ ഹർജികൾ നൽകിയിരിക്കുന്നത്. അതായത് വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈ ഹർജികൾ വന്നിരിക്കുന്നത്. നേരത്തെ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഒരു സമീപനവും നിലപാടും ഇടക്കാല ഉത്തരവിലൂടെ പുറത്തു വന്നിരുന്നു. അതായത് ഈ ജോയിന്റ് വകുപ്പ് സെക്രട്ടറിക്ക് ചുമതല നൽകിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിടുകയും അതോടൊപ്പം തന്നെ നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ, മൂലധന ചെലവ് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ, ഇതിനൊക്കെ തന്നെ കോടതിയുടെ അനുമതി വേണം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയും ചെയ്തിരുന്നു. പക്ഷേ അത് ഹൈക്കോടതി ഈ ഉത്തരവിനെ, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് വഖഫ് ബോർഡ് ഉൾപ്പെടെ സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് അതിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്നലെ സുപ്രീം കോടതി ഈ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലെ സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒന്നായ ഈ ജോയിന്റ് വകുപ്പ് സെക്രട്ടറിക്ക്, അതായത് വഖഫ് കൈകാര്യം ചെയ്യുന്ന വഖഫിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ചുമതലപ്പെടുത്തി അദ്ദേഹത്തിന് ഈ ഒരു വഖഫ് ബോർഡിൻ്റെതായിട്ടുള്ള ചുമതല നൽകിയിട്ടുള്ള ആ ഒരു നിർദ്ദേശം സുപ്രീം കോടതി നീക്കുകയും ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി ഈ ഹർജികളൊക്കെ തന്നെ പരിഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പറഞ്ഞത് ഇരുവിഭാഗങ്ങളുടെ, അതായത് വഖഫ് ബോർഡിന്റെ അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് അംഗങ്ങളുടെയും ഒക്കെ തന്നെ അവരുടെ നിലപാടും അതോടൊപ്പം തന്നെ വാദഗതികളും കേട്ട് തീരുമാനമെടുക്കാൻ ഉള്ള ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഹൈക്കോടതിക്ക് നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ന് വിശദമായിട്ട് തന്നെ ഒരു വാദത്തിലേക്കായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കടക്കുക. പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഹൈക്കോടതിയിൽ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതായത് ഈ അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തി ഈ ഒരു ബോർഡ് പുനഃസംഘടിപ്പിക്കുന്നതിൽ യാതൊരു തരത്തിലും ഒരു വിട്ടുവീഴ്ച ഇല്ല. അതുമാത്രമല്ല, അത് അത്തരത്തിൽ പുനഃസംഘടിപ്പിക്കാനായിട്ടുള്ള, അതായത് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി പ്രകാരം അതിനനുസൃതമായിട്ട് തന്നെ ബോർഡ് പുനഃസംഘടിപ്പിക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് തങ്ങൾ കടന്നിട്ടുണ്ട് എന്നുള്ളൊരു ഉറപ്പാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചത്. സമാനമായിട്ടുള്ള നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയിലും സ്വീകരിച്ചത്. അത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഉമർ ഫൈസി മുക്കം അതോടൊപ്പം തന്നെ വഖഫ് ബോർഡ് ഉൾപ്പെടെ സുപ്രീം കോടതിയിൽ നൽകിയ SLPയിലും സമാനമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത്, വഖഫ് നിയമ ഭേദഗതിക്ക് അനുസൃതമായിട്ട് തന്നെ ബോർഡ് രൂപീകരിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വഖഫ് നിയമ ഭേദഗതി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീർപ്പിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ രീതിയിൽ പ്രമേയമൊക്കെ പാസ്സാക്കി അതിനെതിരെ തുറന്നടിച്ച ആൾക്കാരാണ് ഈ കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ. പക്ഷേ അവർ ഇപ്പോൾ ആ നിയമത്തിനനുസൃതമായിട്ട് തന്നെ ബോർഡ് പുനഃസംഘടിപ്പിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, നിർബന്ധിതമായിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. കാരണം ഹൈക്കോടതി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. 2025 നിയമ ഭേദഗതി വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് അതിനനുസൃതമായിട്ടാണ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടത്. അത്തരത്തിൽ സെക്ഷൻ 14 പ്രകാരം പുനഃസംഘടന നടത്തുമെന്നുള്ള ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ കീഴ്മേൽ മറിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ഇനി സംസ്ഥാന സർക്കാർ നീങ്ങുമോ എന്നുള്ളതാണ് ഏറെ കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ഹർജികൾ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. BJP സംസ്ഥാന ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജ് ഉൾപ്പെടെയാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ നേരത്തെ വഖഫ് ബോർഡ് മുൻപത്തെ ഭൂമി ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയൊക്കെ സ്വീകരിച്ചിരുന്നു. അത് നിയമവിരുദ്ധമാണെന്നുള്ള ഒരു ആക്ഷേപവും ഈ ഹർജിക്കാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഖി. ശരി രേഷ്മ.